തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. മധുര സ്വദേശിയായ ലോറി ഡ്രൈവർ ബെഞ്ചമിനാണ് പ്രതി. ഇയാൾ സ്ത്രീകളെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന മോഷ്ടാവാണെന്ന് പോലീസ് കണ്ടെത്തി. സ്ത്രീകളെ ഉപദ്രവിക്കലും മോഷണവുമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സ്ഥിരം കുറ്റവാളിയാണ് ബെഞ്ചമിൻ. ഇയാളാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് അതിക്രമത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പ്രതി ഹോസ്റ്റലിൽ കയറിയത് മോഷണത്തിനു വേണ്ടിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മെഷീനുമായാണ് പ്രതി പുറപ്പെട്ടത്. നാഗർകോവിൽ കളീക്കാവിള വഴി തിരുവനന്തപുരത്തെത്തിയ ബെഞ്ചമിൻ കഴക്കൂട്ടത്തെത്തി ഭക്ഷണം കഴിച്ച ശേഷം മോഷണത്തിന് പദ്ധതിയിട്ടു. തുടർന്ന് അതിക്രമം നടന്ന ഹോസ്റ്റലിന് സമീപത്തുള്ള 3 വീടുകളിൽ കയറി. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് കാര്യമായൊന്നും കിട്ടിയില്ല. ഹോസ്റ്റലിൽ കയറും മുൻപ് സിസിടിവിയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ച് ഹോസ്റ്റലിൽ കയറി. മറ്റൊരു വീട്ടിൽ നിന്ന് തൊപ്പിയും ഒരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും എടുത്തു. തുടർന്നാണ് ഹോസ്റ്റലിൽ കയറിയത്. മോഷണമായിരുന്നു ലക്ഷ്യം. എന്നാൽ പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂവെന്ന് കണ്ടപ്പോൾ അതിക്രമത്തിന് മുതിരുകയായിരുന്നു. സിസിടിവികളുടെ സഹായത്തോടെയാണ് പോലീസ് മധുരയിലെത്തിയത്. കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചെങ്കിലും ഡാൻസ് ഓഫ് ഉൾപ്പെടുന്ന പോലീസ് സംഘം സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഹോസ്റ്റലുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കുമെന്ന് ഡിസിപി ടി ഫറാഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തെരുവിലിറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കലാണ് മധുര സ്വദേശിയായ ബെഞ്ചമിന്റെ സ്ഥിരം രീതിയെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി മോഷണ കേസുകളും ഇയാളുടെ പേരിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.